ആകാശം എൻ്റെ മൈൻഡ് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണ്, ഭയങ്കര വിഷമത്തിൽ ഞാനിരുന്ന് പ്രാർത്ഥിക്കുക, എക്സാമിൻ്റെ റിസൾട്ട് ഒന്നെങ്കിലും ഒന്ന് പെട്ടെന്ന് വന്നിരുന്നെങ്കിൽ ഇത്രയും ടെൻഷനെങ്കിലും അടിക്കണ്ടായിരുന്നു. അങ്ങനെ ഇരുന്നപ്പം ആകാശത്ത് ഞാൻ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പം ഒരു 7 പോലെ കണ്ടു. ഞാൻ ഓർത്തു 7 അല്ലേ, ജസ്റ്റ് ഒരു 7, ഒരു എളുപ്പമുള്ളൊരു നമ്പർ, അങ്ങോട്ട് 2 വര വന്നാൽ മതി, 7 വെറുതെ തോന്നുന്നതാ, 7 ഇല്ല. പക്ഷെ അത് കഴിഞ്ഞ് ആ മേഘങ്ങളൊക്കെ മാറിപ്പോയി. അപ്പം ഞാൻ ഓർത്തു ഇനി മാതാവ് വല്ല അടയാളം കാണിച്ചതാണെങ്കിൽ അത് മനസ്സിലാക്കി തരുകയും ചെയ്യും മാതാവ്. ഞാൻ ഒന്നുകൂടെ പ്രാർത്ഥിച്ചു, മാതാവ് എന്തെങ്കിലും കാണിച്ച് തന്നാണെങ്കിൽ എനിക്ക് ഒരു പ്രാവശ്യം കൂടെ കാണിച്ചു തരണം. കാരണം ഞങ്ങൾ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ 7:15 അപ്പോഴത്തേക്ക് ഇരുട്ടുന്നതിന് മുന്നേ എനിക്ക് ഒരു തട്ടം കൂടെ അത് തന്നെയാണ് കാണിച്ചു തരണം. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു വലിയ 7 ഞാൻ കണ്ടത്. 2 പ്രാവശ്യം ഞാൻ 7 കണ്ടു. അപ്പോൾ 7 കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു, 7 എന്തോ ഉണ്ട്, ഏപ്രിൽ 7 റിസൾട്ട് വരുമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഏപ്രിൽ 7 ആയി റിസൾട്ട് നോക്കിയിരുന്നു, പക്ഷേ റിസൾട്ട് വന്നില്ല. അപ്പോൾ ഞാൻ വിഷമത്തോടെ പറഞ്ഞു, അപ്പോൾ ഒന്നും ഇല്ല 7 മാതാവ് അടയാളം കാണിച്ചാന്നാണല്ലോ ഞാൻ ഓർത്തത്, ഞാൻ കറക്റ്റ് കണ്ടതാ. അപ്പം എന്നോട് പറഞ്ഞാടാ 7 പറയുമ്പം എന്ത് വേണേലാകാം, ഒരു ഡേറ്റ് ആവാം, ഒരു ടൈം ആകാം, നീ അങ്ങനെ ഇന്നതാണെന്നങ്ങനെ പ്രെഡിക്റ്റ് ചെയ്ത് വെക്കരുതെന്ന് എന്നോട് ഇവർ പറഞ്ഞു. ആ ഹോപ്പിലിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഏപ്രിൽ 25 റിസൾട്ട് വന്നു. പക്ഷെ അപ്പോൾ എനിക്ക് 7 കുറിച്ചൊന്നും ഒരു ചിന്തയില്ല, 7 എൻ്റെ മൈൻഡിൽ നിന്ന് തന്നെ പോയി. ഈ 25 റിസൾട്ട് കഴിഞ്ഞ് കറക്റ്റ് 7 ദിവസം കഴിഞ്ഞപ്പം മെയ് 1 വൈകിട്ട് ഞങ്ങൾക്ക് അപ്പം നെക്സ്റ്റ് ഡേ ഏതോ ഒരു ഇൻറ്റേർണൽ എക്സാം. അപ്പോൾ തലേന്നിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ വന്നു, ഒരു 7 മാതാവ് കാണിച്ചായിരുന്നല്ലോ, റിസൾട്ടും വന്നു, 7 ബന്ധവും ഇല്ല, എന്തിനപ്പം മാതാവ് 7 കാണിച്ചെന്ന് ഓർത്തു. അപ്പോൾ ഞാൻ നോക്കിയപ്പം 2 പ്രാവശ്യം 7 കാണിച്ചു, 7 അടുത്ത് വന്നു. അപ്പോൾ ഞാനിങ്ങനെ 77 വായിച്ചു. ഞാൻ എൻ്റെ റിസൾട്ട് ഒന്നുകൂടെ എടുത്ത് നോക്കി, എൻ്റെ പെർസെൻറ്റേജ് ആണ് 77% വിത്ത് ഡിസ്റ്റിങ്ഷൻ ആണ് ഞാൻ പാസ്